Hallelujah. 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 കർത്താവായ യേശുവേ അങ്ങിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ ശിഷ്യന്മാരിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്ത അങ്ങയുടെ വിശ്വാസം ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ. ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ എല്ലാ ചങ്ങലകളും നീങ്ങിപ്പോകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ബൈബിളിൽ യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സംഭവം ഒരു യുവാവിനെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. ആ സംഭവം വായിച്ചതിന് ശേഷം ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, നിനക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഉടനെ തന്നെ അവൻ പറഞ്ഞു, ഇപ്പോൾ ചില വൈദ്യന്മാർ തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. അത് കുറച്ച് സമയമെടുത്താണ് അവർ സുഖപ്പെടുത്തുന്നത്. യേശു ഇച്ചിരി സ്പീഡിൽ സുഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു ഒരു മെച്ചപ്പെട്ട വൈദ്യനായിരിക്കും എന്ന്. ഞാൻ വീണ്ടും യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്ന സംഭവം വായിച്ചു കേൾപ്പിച്ചു. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഉടനെ അവൻ പറഞ്ഞു, ഇപ്പോൾ ചില മാന്ത്രികരൊക്കെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യേശു ഒരു മെച്ചപ്പെട്ട മാന്ത്രികനായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന്. എനിക്ക് മനസ്സിലായി, ഏത് അത്ഭുതം വായിച്ചു കേൾപ്പിച്ചാലും ഈ യുവാവ് ഇതേ രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന്. നമുക്കറിയാം, ബൈബിളിലെ ചില അത്ഭുതങ്ങൾ നമ്മൾ ആർക്കെങ്കിലും വിവരിക്കുമ്പോൾ അവർ പറയും, അത് അവിടെ നടന്നല്ലോ, ഇവിടെ നടന്നല്ലോ, ഞങ്ങളുടെ അടുത്ത് നടക്കുന്നുണ്ടല്ലോ, ആ മന്ത്രവാദിയുടെ അടുത്ത് നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ തന്നെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ബൈബിളിൽ സമാനതകളില്ലാത്ത ഒരത്ഭുതമുണ്ട്. ലോകത്തിലെ ഒരു മതഗ്രന്ഥത്തിലും ഇല്ലാത്ത ഒരത്ഭുതമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു തന്നെ അപ്പമായി നൽകി എന്നതാണ്. ലോകത്തിൽ ഏത് മതത്തിലാണ് ദൈവം തന്നെ ഭക്ഷണമായി നൽകുക, അപ്പമായി നൽകുക? ലോകത്തിൽ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ ഒരു അത്ഭുതം നമ്മൾ വായിക്കുക? സമാനതകളില്ലാത്ത ഒരത്ഭുതമാണ് യേശു തന്നെ അപ്പമാക്കി എന്നത്. സഹോദരങ്ങളെ, ഈശോ 40 ദിവസം ഉപവസിച്ചു. ഉപവാസത്തിൻ്റെ അവസാന നിമിഷത്തിൽ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉപവാസമെല്ലാം തീർന്നില്ലേ? നീ എന്തിനാ ഇനി വിശന്നിരിക്കുന്നത്? നീ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ കല്ല് അപ്പമായി തീരും. സാത്താന് നല്ല വിശ്വാസമാണ് യേശു എന്ന് പറഞ്ഞാൽ നടക്കും എന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞ്, നീ പറയൂ, ഇപ്പോൾ തന്നെ ഈ കല്ലപ്പമായി തീരുമല്ലോ.
പിന്നെ എന്തിനാണ് വിശന്നിരിക്കുന്നത്? എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നത് കല്ല് അപ്പമാക്കാനല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ തന്നെ അപ്പമായി നൽകുവാൻ വേണ്ടിയിട്ടാണ്, തന്നെ തന്നെ ഭക്ഷണമായി നൽകുവാൻ വേണ്ടിയിട്ടാണ്. യേശു കല്ല് അപ്പമാക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പം കഴിക്കുന്നവരുടെ വയറിൻ്റെ വിശപ്പ് മാറിക്കിട്ടും. എന്നാൽ മനുഷ്യന് വയറിൻ്റെ വിശപ്പ് മാത്രമല്ലല്ലോ ഉള്ളത്. എന്തെല്ലാം വിശപ്പുകളാണ് നമുക്കുള്ളത്? ഏതെല്ലാം മേഖലകളിൽ വയറിൻ്റെ വിശപ്പുണ്ട്. ബന്ധങ്ങളിൽ നമ്മൾ വിശപ്പ് അനുഭവിക്കുന്നവരാണ്. മാനസിക മേഖലയിൽ നമുക്ക് വിശപ്പുണ്ട്. ബൗദ്ധിക മേഖലയിൽ നമുക്ക് വിശപ്പുണ്ട്. നമ്മുടെ സാമൂഹിക തലങ്ങളിൽ നമ്മൾ വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് മനുഷ്യന് വിശപ്പുള്ളത്. എന്നാൽ ഈ എല്ലാ വിശപ്പിനെയും ശമിപ്പിക്കുന്ന ഒരേ ഒരപ്പം അത് യേശു തന്നെയാണ്. തന്നെ തന്നെ അവിടുന്ന് ഭക്ഷണമായി ഇതാ നമുക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമാനതകളില്ലാത്ത അപ്പമാണ് കത്തോലിക്ക സഭയുടെ കയ്യിൽ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സർവ്വ മേഖലകളിലെയും വിശപ്പിനെ ശമിപ്പിക്കുന്ന ഒരപ്പം അത് യേശു തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ അപ്പത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? എമ്മാവുസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് യേശു ഒരു അപരിചിതനായ യാത്രക്കാരനെ പോലെ പ്രവാചക ഗ്രന്ഥത്തിലെ വചനങ്ങൾ അവർക്ക് വിവരിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അവസാനം യേശു അവരോട് ചേർന്ന് ആ സത്രത്തിൽ അന്ന് താമസിക്കുകയും യേശു അവരുടെ മുമ്പിൽ അപ്പം എടുത്ത് മുറിച്ച് ആശീർവദിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ വായിക്കുകയാണ്, ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നു. അവർ വഴിയിൽ വെച്ച് കേട്ട ആ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ജ്വലിച്ചു. വചനത്തിന് ജീവനുണ്ടായി. അത് ജ്വലിക്കുന്ന അനുഭവമായി മാറി. സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ, ഈ അപ്പത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ വായിച്ച വചനങ്ങളെല്ലാം ജീവനുള്ളതായി നമ്മളിൽ മാറുന്നു. ഈ വചനമെല്ലാം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന അനുഭവമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ ഒടുക്കത്തെ താഴത്തിൽ അപ്പവും വീഞ്ഞുമെടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതൊരു രക്തമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇനി ഈ അപ്പം കാണുമ്പോൾ കാൽവരിയിലെ ഈശോയുടെ മരണത്തെ ഓർക്കണം, നമുക്ക് വേണ്ടി ഈശോ രക്തം ചിന്തിയത് ഓർക്കണം എന്ന്. എന്നാൽ അതേ യേശു തന്നെ വീണ്ടും എമ്മാവൂസ് ഗ്രാമത്തിൽ വെച്ച് അപ്പമെടുത്ത് ഉയർത്തിയപ്പോൾ ഈശോ വ്യക്തമാക്കി, ഞാൻ മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം കാണുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പും നമ്മൾ ആഘോഷിക്കണം, ഓർക്കണം. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതം മുഴുവനും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. യേശുവിൻ്റെ ജനനവും മരണവും പീഡാനുഭവവും ഉയർപ്പും എല്ലാം ഈ അപ്പം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തിനെല്ലാം ജീവനുണ്ടാകുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ്. നമ്മൾ വായിച്ച ഈ വചനങ്ങളെല്ലാം ഒരു വ്യക്തിയായി, സാന്നിധ്യമായി
അനുഭവമായി ജീവനായി നമുക്ക് സമീപസ്ഥമായി തീരുന്നത് നാം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 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 ഈശോ തന്നെ നമുക്ക് അപ്പമായി നൽകി. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ഒരു മതഗ്രന്ഥത്തിലേക്ക് നോക്കി വായിച്ചാൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ധാർമ്മിക പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചില അഴുക്കുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, അഴുക്ക് കണ്ടെത്താൻ കഴിയും, പക്ഷേ ആ പുസ്തകത്തിന് നമ്മളെ കഴുകുവാനുള്ള ശക്തിയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മുഖക്കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ മുഖത്തുള്ള അഴുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഖക്കണ്ണാടിക്ക് ഒരിക്കലും നമ്മുടെ മുഖത്തെ അഴുക്ക് കഴുകാൻ സാധ്യമല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അവൻ നമ്മളെ കഴുകുന്നു. ഇതാ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മോശയുടെ നിയമഗ്രന്ഥം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് ഒരു മൂടുപടമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മൂടുപടം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോഴാണ് മാറുന്നത്. ഈ മൂടുപടം എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ മുഖത്തുനിന്ന് മാറി. വചനം അവർ വായിച്ചതാണ്, കേട്ടതാണ്, പക്ഷെ അവരുടെ മുഖത്ത് ഒരു മൂടുപടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അപ്പം മുറിക്കുന്ന കണ്ടപ്പോൾ ആ മൂടുപടം മാറിപ്പോയി. ഹല്ലേലൂയ. 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 ഇതാ ഈശോ അപ്പമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഭക്ഷണമായി തീർന്ന ആ വലിയ സ്നേഹം, സ്നേഹിതന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഈശോയുടെ സ്നേഹമാണ് നാം ദിവ്യകാരുണ്യത്തിൽ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കൂ, നാം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണിമ എന്ന്. നമുക്ക് വേണ്ടി അപ്പമായി തീർന്ന ആ വിശുദ്ധ കുർബാനയാണ് നമ്മളെ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുന്നത്. ഇതുപോലെ സ്നേഹത്തിൻ്റെ മുഴുവനും ഇതളുകൾ വിടർന്ന ഒരു പുഷ്പം വേറെയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ എങ്ങോട്ട് നോക്കി നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പൂർണിമ കാണാനായിട്ട് കഴിയും. ഇതാ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിൻ്റെ പൂർണിമ കാണുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ ധാരാളം മഹാന്മാക്കളുണ്ട്. അവരെല്ലാം പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ലോകത്തിലെ മഹാന്മാക്കളുടെ ലിസ്റ്റിൽ സ്നേഹത്തിൻ്റെ വലിയ വ്യക്തികളെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ചെന്ന് നിൽക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വളർന്ന വ്യക്തികളിലാണ്. മദർ തെരേസ, അസീസി പുണ്യവാൻ, വിൻസെൻ്റ് ഡി പോള്. ഇതല്ലാതെ ലോകത്തിൽ വേറെ ആരെയാണ് ഇങ്ങനെ സ്നേഹത്തിൻ്റെ മുഴുവനും ഇതളുകൾ വിടർന്ന ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കാൻ കഴിയുക? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ ഈശോയെ ഹൃദയത്തിലേക്ക് വിളിക്കുവാൻ, അല്ല ചിലർക്ക് അപ്പത്തെ രൂപത്തിൽ തന്നെ ഈശോയെ സ്വീകരിക്കുവാൻ വിളി ലഭിച്ചിട്ടുണ്ട്.
നമ്മൾ അങ്ങനെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിക്കുമ്പോൾ ഇതാ സ്നേഹത്തിൻ്റെ പൂർണിമ നമ്മളിലേക്ക് വരികയാണ്. ഈ സ്നേഹത്തിൻ്റെ പൂർണിമയായ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും അതൊരു തിരഞ്ഞെടുപ്പാണ്, അതൊരു വിളിയാണ്. എന്ത് തിരഞ്ഞെടുപ്പാണ്, എന്ത് വിളിയാണ്? ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ സ്നേഹത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് ഈശോയിൽ നിറഞ്ഞിൽക്കുന്ന ഈ സ്നേഹം ശത്രുക്കളോട് ക്ഷമിക്കുന്ന സ്നേഹമാണ്, അവരെ അനുഗ്രഹിക്കുന്ന സ്നേഹമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹമാണ്. അതുപോലെ തന്നെ ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം തരാൻ കഴിവില്ലാത്ത എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഈ രണ്ട് സ്നേഹം, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം തരാൻ കഴിവില്ലാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹം, ഈ രണ്ട് സ്നേഹം യേശുവിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ലോകത്തിൽ ഒരു മനുഷ്യരിലും ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം കിടപ്പില്ല. ഈ സ്നേഹമുള്ളത് ഒരേ ഒരു വ്യക്തിയിലാണ്, അത് യേശുവിലാണ്. യേശുവിന് ആ സ്നേഹം കിട്ടിയത് പിതാവിൽ നിന്നാണ്. യേശു പിതാവിൽ നിന്ന് സ്വീകരിച്ച ആ സ്നേഹവുമായി ഈ ഭൂമിയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ അത് പകരുന്നു. അതുകൊണ്ട് ഈശോയെ ബോധപൂർവം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി, വിശുദ്ധ കുർബാനയായി സ്വീകരിക്കുന്ന വ്യക്തി, വലിയ ഒരു ദൗത്യം ആ വ്യക്തിക്കുണ്ട്. ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഇങ്ങോട്ട് വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും പകരുവാനുള്ള മഹത്തായ വിളിയെ, അങ്ങനെ ഒരു വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്നേഹം തരാൻ കഴിവില്ലാത്ത ആളുകൾ, അവർക്ക് സ്നേഹം പകരുവാനുള്ള പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ദൗത്യമുണ്ട്. ഈശോയെ സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ദൗത്യമുണ്ട്. ഈ 2010 ആദ്യ ആഴ്ചകളിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു വ്യതിരിക്തത, അതായത് ഈശോയെ സ്വീകരിക്കുന്ന വഴി നമുക്ക് ലഭിച്ച ഈ പ്രത്യേകമായ വിളിയെ, ഈ തെരഞ്ഞെടുപ്പ് കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്നേഹം പകരുവാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ കുർബാന സ്വീകരിച്ച എല്ലാ വ്യക്തികളും തുടർന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങോട്ട് വെറുക്കുന്നവരെ, ഇങ്ങോട്ട് വേദനിപ്പിച്ചവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ച, യേശുവിൽ വസിക്കുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. എന്തായിരുന്നു യേശുവിൻ്റെ ജീവിതം? ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, യേശു പുത്രനായി ജനിച്ച് പുത്രനായി മരിച്ച വ്യക്തിയാണ് യേശു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് ഈ പുത്രത്വമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ പുത്രനായിട്ട് ജീവിക്കുന്ന ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു പൈതലായി ജീവിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് യേശുവിനെ നാം സ്വീകരിക്കുന്നത് വഴി ക്രിസ്തുവിൻ്റെ ഈ പുത്രത്വത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ് ചെയ്യുക. ഇതാ ഈശോയുടെ ഈ സാന്നിധ്യം നീയെ
ഒരു ദൈവ പൈതലാണ് എന്ന ബോധം നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 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 പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൈമോശം വരുന്ന ഒരു കാര്യമാണ് ഈശോയിലൂടെ ഞാൻ ഒരു ദൈവ പൈതലാണ് എന്ന ബോധം, ഒരു പുത്രനാണ്, ഒരു പുത്രിയാണ് എന്ന ബോധം പലപ്പോഴും നമുക്ക് കൈമോശം വരും. കാരണം കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അപ്പനായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ എന്ത് പുത്രത്വം അങ്ങനെ നമുക്ക് തോന്നാറില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, യേശു ജനനം മുതൽ മരണം വരെയും പുത്രനായിരുന്നു എന്ന കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് യേശുവിൻ്റെ ഈ പുത്രത്വത്തിൻ്റെ പ്രത്യേകത? എന്താണ് പുത്രനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ പുത്രാനുഭവം എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ ഒരു മകനെന്ന നിലയിൽ ഈശോയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഈശോ ഒരിക്കൽ പോലും ഈ അപ്പൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. ഇതാണ് ഈ മകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ്റെ അടുക്കൽ നിന്ന് ഒരു സെക്കൻഡ് പോലും യേശു മാറി നിന്നിട്ടില്ല. അതുകൊണ്ടാണ് പീലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ യേശു എപ്പോഴും പിതാവിനോട് ചേർന്ന് ഇരുന്ന വ്യക്തിയാണ്. ഇതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. അപ്പനിൽ നിന്ന് ഈശോ ഒരിക്കലും പിരിഞ്ഞു നിന്നിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം വായിക്കുന്നുണ്ട്. ഇതാ, ആ വേദനയുടെ തീവ്രതയിൽ ഈശോയ്ക്ക് തോന്നി, അപ്പൻ എൻ്റെ അടുത്തുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ചിന്ത ഈശോയിലേക്ക് വന്നപ്പോഴേക്കും ഈശോ വലിയ ഒച്ചത്തിൽ കരഞ്ഞു. പിതാവേ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ഒച്ചത്തിൽ യേശു നിലവിളിച്ചു. ഒരു മകൻ്റെ നിലവിളിയാണിത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, യേശു ഒരിക്കലും കാലിലെ വേദന വളരെ ദുസ്സഹമാണ്, ഈ ഇരുമ്പാണിയുടെ വേദന വളരെ ദുസ്സഹമാണ്, ചോരയെല്ലാം ഒഴുകിപ്പോവുകയാണല്ലോ, അങ്ങനെ ഒന്നും പറഞ്ഞ് യേശു നിലവിളിച്ചില്ല. യേശു നിലവിളിച്ചത് ആ ബന്ധത്തിൽ വന്ന ഒരു ചെറിയ വേദന കൊണ്ടാണ്. ഇതാ, അപ്പനെ കാണാനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഒച്ചത്തിൽ വിളിച്ചു, പിതാവേ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഇതാ പിതാവ് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഈശോ അപ്പൻ്റെ കയ്യിലേക്ക് തന്നെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെയും, ഒരു കുഞ്ഞ് അമ്മയെ കാണാതെ അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മ അടുത്തേക്ക് വന്നാൽ എന്തായിരിക്കും ആ കൊച്ചു ചെയ്യുക? ഓടി അമ്മയുടെ കയ്യിലേക്ക് ചാടിക്കയറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു രംഗമാണ് നമ്മൾ ആ കാൽവരി കുരിശിൽ കാണുന്നത്. ഈശോ ഇതാ അപ്പൻ്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് യേശു എന്ന മകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മകന് ഒരൊറ്റ വേദനയേ ഉള്ളൂ, അപ്പനെ പിരിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ എപ്പോഴും അപ്പൻ്റെ കൂടെയായിരുന്നു. പ്രിയപ്പെട്ടവരെയും, കാൽവരിയിലെ തീവ്രമായ വേദനയിൽ ഈശോയ്ക്ക് തോന്നി, അപ്പൻ അടുത്തുണ്ടോ എന്ന്. സത്യത്തിൽ ഈശോ ആ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലിയത് സങ്കീർത്തനം 22 പിതാവേ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്നത് സങ്കീർത്തനം 22 1 വാക്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക,
നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ദൈവം എന്നെ അടുത്തുണ്ടോ? എല്ലാ മനുഷ്യരിലും ഈ വേദനയുണ്ട്. ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തോന്നും ദൈവം എന്നെ കൈവിട്ടോ എന്ന്. ദാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് ദൈവം തന്നെ കൈവിട്ടോ എന്നാണ്. പക്ഷേ ഒരു കാര്യം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദാനങ്ങൾ വരികയും പോവുകയും ചെയ്യും. ദാനങ്ങളുടെ ആബ്സൻസ് ദൈവത്തിൻ്റെ ആബ്സൻസ് അല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ഒരു വേദനയാണ് മരണവേദന. മനുഷ്യൻ്റെ അവൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കണ്ടെത്തുന്ന ഒരു വേദിയാണ് അവൻ്റെ ശരീരം. ശരീരത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ പെട്ടെന്ന് അവന് നഷ്ടപ്പെടുന്നത് അവന് സെക്യൂരിറ്റിയാണ്. ഒരാൾ ക്യാൻസറാണെന്ന് അറിയുക, ഒരു അവയവം നഷ്ടപ്പെടുക, ഒരു രോഗമുണ്ടെന്ന് അറിയുക, പെട്ടെന്ന് മനുഷ്യലേക്ക് വരുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഒരു സുരക്ഷിതത്തിൻ്റെ മണ്ഡലമാണ് അവൻ്റെ ശരീരം. ആ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവനുണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണവേദന എന്ന് പറയുന്നത് ശരീരം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുടെ മുമ്പിൽ നിൽക്കുക എന്നതാണ്. അതുവരെയും മനുഷ്യന് സുരക്ഷിതത്വം നൽകിക്കൊണ്ടിരുന്ന ഈ ശരീരത്തോട് വിടവാങ്ങേണ്ടി വരിക, ഈ വേദന വളരെ വളരെ വലുതാണ്. എല്ലാ വേദനകൾക്കും ഈ മരണവേദനയുമായി ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള മാനവരാശിയുടെ മുഴുവനും ഇതാ ഈ മരണവേദനയുടെ അതിശക്തമായ നിമിഷത്തിൻ്റെ ആ നിമിഷമുണ്ടാക്കുന്ന ദുഃഖവും ഏകാന്തതയും സത്യത്തിൽ കുരിശിൽ കിടക്കുന്ന യേശു ഏറ്റുവാങ്ങിയിട്ട് മരണവേദനയുള്ള എല്ലാവർക്കും വേണ്ടി അവൻ ഒച്ചത്തിൽ പിതാവിന് മുമ്പിൽ നിലവിളിച്ച ഒരു പ്രാർത്ഥനയാണ്, പിതാവേ അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന ആ നിലവിളി പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ അത് സങ്കീർത്തനം 22 എന്ന്. പ്രിയപ്പെട്ടവരെയും, ലോകത്തിൽ എത്രയോ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. എന്നാൽ മനുഷ്യനെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ലോക ചരിത്രത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണമോ, എന്താണ് പ്രാർത്ഥനയെന്ന് അനുഭവിച്ചറിയണമോ, അറിയണമെങ്കിൽ ഈ ബൈബിളിലെ ഏറ്റവും നടുക്ക് പകുത്താൽ കാണുന്ന സങ്കീർത്തനം വായിച്ചു നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു പ്രാർത്ഥനാ പുസ്തകമാണ്. ഇതുപോലെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലിയത് ഈ സങ്കീർത്തനം 22. ഈശോ ചൊല്ലിയ ആ പ്രാർത്ഥന, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒക്കെ ഈ അനുദിന ജീവിതത്തിൻ്റെ ഒട്ടേറെ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന വേദന മുഴുവനും സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പിതാവിന് മുമ്പിൽ മാനവരാശിക്ക് മുഴുവനും വേണ്ടി നടത്തിയ ഒരു നിലവിളി പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, ഈ കൂട്ടായ്മയിൽ ദാനങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, രോഗത്തിൻ്റെ വേദന, മരണത്തിൻ്റെ വേദന, ഇതുപോലെയുള്ള വേദന അനുഭവിക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ ഇതാ ഇന്ന് യേശുക്രിസ്തു തൻ്റെ ഒരിക്കലും ഇതാ നിലയ്ക്കാത്ത ഈ വലിയ പ്രാർത്ഥന കൊണ്ട് ഇന്ന് സുഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും ഈശോയോട് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കൂ, പിതാവേ അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. എന്താണ് അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം പിതാവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അടുത്ത സെക്കൻഡിൽ ഈശോ തന്നെ
അപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ കയ്യിൽ ഈശോ വിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, വെബ്സൈറ്റ് www.drcm.org.